ഇന്ന് ഓണം സ്പെഷ്യൽ എരിശ്ശേരി ആയാലോ. ഇതിനായിട്ട് മത്തനും വൻപയറുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വലിയ മത്തനായതുകൊണ്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ പുറംതൊലിയും അകത്തെ കുരുക്കളും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയ ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചെടുക്കാം. മത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുന്ന സമയത്ത് നമുക്കൊരു 1/2 കപ്പ് വൻപയർ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മത്തൻ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ നമുക്കിതിനായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മത്തൻ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വെന്ത് വന്ന വൻപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒതുക്കി വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് അവസാനം വറവ് ഇട്ട് കൊടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 വറ്റൽമുളകാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഓണം സ്പെഷ്യൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ഞങ്ങളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്